ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ കാണൂ. നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടീ, തമ്പായിയെ വിളിച്ചതിന് എന്നെ മാത്രം കുറ്റം പറയണ്ട. നിന്നോടും ദയോടും പറഞ്ഞുകൊണ്ടല്ലേ ഞാനത് ചെയ്തത്, അല്ലേ? അത് രഘുവേട്ടന് കൊടുക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദയ. എന്നിട്ട് അവൾക്ക് ദൈവം ഒരു ശിക്ഷയും കൊടുത്തില്ലല്ലോ. ആ സ്വർണത്തിൽ ഒരു പങ്ക് അവൾക്ക് കൂടി കിട്ടുമല്ലേ ചെയ്തത്? അവള് ബുദ്ധിമതിയാവിനെയാ. ദയയുടെ ഭർത്താവ് ചെയ്യാൻ മടിക്കുന്ന കാര്യമാ അവള് നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. അത് ശരിയാ. അച്ഛൻ 20 ലക്ഷം രൂപ അവൾക്ക് മുമ്പ് കൊടുത്തതുകൊണ്ട് ഇനി ഒരിക്കലും അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്ന നിലപാടാ ശബരിക്ക്. പക്ഷെ ദയ അങ്ങനെയല്ല. ആ, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വല്ല സർവീസ് സെന്ററിലും ജോലി കിട്ടുമെന്ന് നോക്കാം. ഈ 20 പവൻ സ്വർണം പണയം വെച്ചാ ഒരു ചെറിയ കടമുറി എങ്ങനെ എടുത്ത് വല്ല സർവീസ് സെന്ററും എങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇതിപ്പോ അതിനും പറ്റാത്ത അവസ്ഥയല്ലേ? അങ്ങനെയൊന്നും അല്ല. നമ്മള് സ്വർണം പണയം വെക്കുന്ന കാര്യം തറവാട്ടിലുള്ളവര് അറിയാതിരുന്നാ പോരെ. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങളെക്കാളും വലുതല്ല അവരുടെ പാരമ്പര്യവും വിശ്വാസവും എന്ന് ചിന്തിക്കുന്നവളാ ഞാനും. വിനയേട്ടന് ധൈര്യം ഉണ്ടെങ്കിൽ ആ സ്വർണം പണയം വെച്ച് ബിസിനസ് തുടങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ചില വിശ്വാസങ്ങളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല മോളെ. പൂർവിക ശാപം എന്നൊന്നുണ്ട്. അത് കുലം മുടിക്കും. എന്തിനാ വെറുതെ നമ്മളായിട്ട് അത് ഏറ്റെടുക്കുന്നേ? നമുക്കായിരിക്കില്ല, വരും തലമുറയ്ക്കായിരിക്കും അതിന്റെ ദോഷം വന്ന് ഭവിക്കുക. ആ അതെ, നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം. തറവാട്ടിലെ സ്വർണം പണയം വെക്കുന്ന കാര്യം മറന്നേക്ക്. അതാ നല്ലത്. ആ ഹലോ മോളെ മഞ്ചാടി, നീ ജീവന്റെ വീട്ടിലാണോ ഉള്ളത്? അതെ അച്ഛാ, ഞാൻ വേറെ എവിടെ പോവാനാ? മോൾക്ക് സുഖാണോന്ന് അച്ഛൻ ചോദിക്കുന്നില്ല. അച്ഛന് മോളെ ഓർമ്മ വന്നപ്പോ ഒന്ന് വിളിച്ചതാ. ഇന്നലെയും ഇന്നും ഇവിടെ നിന്റെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം മുമ്പ് ഇവിടുന്ന് പോയത്. പഞ്ചരത്നത്തിൽ വിശേഷം എന്തെങ്കിലും ഉണ്ടായിരുന്നു അച്ഛാ? ഏയ്, അവരൊക്കെ ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ കാണാൻ വന്നതാ. അതൊക്കെ ഇപ്പോഴും ഓർത്തു വെക്കുന്നതും ചേച്ചിമാരെയൊക്കെ അറിയിക്കുന്നതും നീയായിരുന്നു. പക്ഷെ ഇത്തവണ എന്റെ മോള് എന്റെ കൂടെയില്ല. അതിനെന്താ അച്ഛാ, ബാക്കി എല്ലാരും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാരും കൂടി ഫാദേഴ്സ് ഡേ ഭംഗിയായി ആഘോഷിച്ചോ? ആ, എല്ലാവരും അവരവരുടേതായ രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. ഇത്തവണ അച്ഛൻ എല്ലാവർക്കും സമ്മാനവും കൊടുത്തു. ഫാദേഴ്സ് ഡേക്ക് അച്ഛൻ മക്കൾക്കാണോ അതോ മക്കൾ അച്ഛനാണോ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? അവരും എനിക്ക് മനസ്സ് നിറച്ച് സമ്മാനം തന്നു മോളെ. അച്ഛൻ എന്ത് ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുത്തേ? തറവാട്ടിൽ നിന്ന് കിട്ടിയ അമ്മയുടെ സ്വർണം. അത് 5 മക്കൾക്കുമായി പങ്കുവച്ചു. മോളുടെ പങ്ക് അച്ഛനോട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വർണം അച്ഛൻ രഘുവേട്ടനെ സഹായിക്കാൻ വേണ്ടി പണയം വെക്കാൻ പോകുന്നു എന്നാണല്ലോ കേട്ടത്. ആ, അത് മോൾ അറിഞ്ഞിരുന്നോ? അങ്ങനെയായിരുന്നു അച്ഛന്റെ തീരുമാനം.
പക്ഷേ സഹായിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായ മാത്രം പോരല്ലോ, അത് സ്വീകരിക്കേണ്ടവർക്ക് യോഗവും കൂടി വേണ്ടേ? രഘുവിന്റെ അമ്പിളിയുടെയും ജീവിതത്തിൽ മുഴുവൻ തടസ്സങ്ങളാ. അവർക്ക് വേണ്ടി ആരെന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അത് മുടങ്ങും. തറവാട്ടിലെ സ്വർണം പണയം വെക്കുന്നതിന് വിലക്കൊണ്ടായിരുന്നല്ലോ. അച്ഛനത് കാര്യമാക്കാതെ രഘുവിന്റെ കാര്യങ്ങളെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോ കുഞ്ഞമ്മയും തമ്പായും എങ്ങനെയോ അക്കാര്യം മണത്തറിഞ്ഞ് ഇങ്ങോട്ട് വന്നു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അവര് തന്ന സ്വർണമല്ലേ. ലക്ഷ്മിയുടെ 5 മക്കൾക്കും അത് തുല്യമായി പങ്കുവച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ എനിക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. കഷ്ടായി പോയല്ലോ. രഘുവേട്ടനും അമ്പിളി ചേച്ചിക്കും വലിയ നിരാശയായി കാണുമല്ലോ. എനിക്കും വലിയ സങ്കടായി. അതൊക്കെ പോട്ടെ, മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എത്ര നാളാ വീട്ടിൽ നീ ഇങ്ങനെ കഴിയും? മോൾക്ക് പഠിക്കണ്ടേ? ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരണ്ടേ എന്റെ കുട്ടിക്ക്? ജീവിതമാകുമ്പോ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയണം. എന്റെ മോൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം. പഠിച്ചു മുന്നേറാൻ ഇനിയും നിനക്ക് സമയവും അവസരവും ഉണ്ട് മോളെ. എനിക്കറിയാച്ച, ഞാനിവിടുന്ന് കോളേജിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാ അച്ഛൻ വിളിച്ചത്. ഞാൻ എന്റെ ബുക്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കായിരുന്നു അച്ഛാ. ആണോ? അച്ഛന് സമാധാനായി. മോള് എത്രയും പെട്ടെന്ന് തന്നെ കോളേജിൽ പോയി തുടങ്ങണം. എന്നാണ് പോകുന്നതെന്ന് തീരുമാനിച്ച് അച്ഛനെ വിളിക്കണം. അച്ഛനും വരാം. മോള് വീണ്ടും കോളേജിൽ പോയി തുടങ്ങുന്നത് അച്ഛന് കാണണം. ശരി അച്ഛാ, ഞാനിവിടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് ഒരു തീരുമാനം എടുത്ത ശേഷം അച്ഛനെ അറിയിക്കാം. ശരി മോളെ. കഴിഞ്ഞതൊക്കെ മറന്ന് പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ച നിനക്ക് പുതിയൊരു ഭാവി പടുത്തുയർത്താൻ കഴിയും. അച്ഛന് നിന്റെ കാര്യത്തിൽ ഇപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്. അച്ഛന്റെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ ഞാൻ വീണ്ടും ശ്രമിക്കാം. അതുപോലെ ജീവൻ എന്താ സംഭവിച്ചെന്നറിയാൻ എന്റെ കൂടെ അച്ഛനുണ്ടാവണം. എന്നാ ഞാൻ വെക്കട്ടെ അച്ഛാ, പിന്നീട് വിളിക്കാം. ശരി മോളെ. രാമ 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 ഭാഗ്യമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമ രാമ 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 ഭാഗ്യമ ഭഗവാനേ രക്ഷിക്കണേ. മോളെ, മാഷ് വിളിച്ചില്ലേ? ആ വിളിച്ചു ഭാനുമേ. രഘുവേട്ടനെ അമ്പിളി ചേച്ചിയെ സഹായിക്കാൻ പറ്റാത്തതില് അച്ഛന് നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കുവോ? മാഷ് ഒരു അച്ഛനല്ലേ. എല്ലാവരും നല്ല നിലയിൽ കഴിയട്ടെ എന്നല്ലേ അദ്ദേഹം ആഗ്രഹിക്കൂ. അച്ഛൻ നല്ല ഉദ്ദേശത്തോടെയാണ് സ്വന്തം വിശ്വാസത്തെയും ആചാരത്തെയും വരെ മറന്ന് ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ അത് പ്രയോജനമില്ലാതെ ആയിപ്പോയി ഭാനുമേ. പണത്തിന്റെയും സ്വർണത്തിന്റെയും കാര്യം വരുമ്പോ മനുഷ്യർ സ്വാർത്ഥരാകും മോളെ. അവിടെ രക്തബന്ധം പോലും മറക്കും. അതിനാരെയും കുറ്റം പറയാൻ കഴിയില്ല. ഇന്നത്തെ കാലഘട്ടം അതാ. അച്ഛൻ അവർക്ക് ആ സ്വർണം കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എനിക്കും. ചേച്ചിയുടെ ഭർത്താവായിട്ടല്ല, സ്വന്തം കൂടപ്പുറപ്പായിട്ടാ രഘുവേട്ടൻ ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമല്ലേ മോളെ. മോള് വിഷമിക്കാതെ. എല്ലാ സമയത്തും ഒരാൾക്ക് മോശമാകണമെന്നില്ലല്ലോ. എന്നാലും അച്ഛന്റെ മനസ്സവരെ കാണാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഞങ്ങള് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളല്ലേ അദ്ദേഹം. ആരോടും ഒരു വേർതിരിവ് അച്ഛൻ കാണിച്ചിട്ടില്ല. കാണിക്കാൻ അച്ഛനോട്ട് സാധിക്കത്തുമില്ല. അത് ശരിയാ. നിങ്ങളുടെ ഭാഗ്യവാ മാഷിനെ പോലെ ഒരച്ഛൻ. എന്നും നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഉരുകാനല്ലേ അദ്ദേഹത്തിന്റെ വിധി. ഒരാളുടെ പ്രശ്നം കഴിയുമ്പോ അടുത്തയാൾക്ക്.
അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. ആ സ്വർണത്തിന്റെ കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുമെന്നായിരിക്കും ആ പാവം ചിന്തിച്ചിട്ടുണ്ടാവുക. അത് ഭാനുമ്മ പറഞ്ഞാ ശരിയാ. അച്ഛൻ നല്ല ഉദ്ദേശത്തോടെ എടുത്ത തീരുമാനത്തിന് ഞങ്ങള് മക്കൾ എതിര് നിന്നതാവും അദ്ദേഹത്തെ കൂടുതൽ വേദനിപ്പിച്ചത്. അതുകൊണ്ടാവും ഞാൻ സ്വർണം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ നിർബന്ധിച്ചെന്നെ ഏൽപ്പിച്ചത്. ഞാൻ വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും അച്ഛനത് സമ്മതിച്ചില്ല ഭാനുമ്മേ. അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല മോളെ. നാളെ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കണക്ക് പറച്ചിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. ആ എനിക്ക് സ്വർണ്ണമൊന്നും ആവശ്യമില്ല ഭാനുമ്മേ. അതെടുത്ത് വിൽക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നുമില്ല. പിന്നെ ഭാവിയില് ലച്ചുമോൾക്കും ഭദ്രമോൾക്കും ആർച്ചമോൾക്കും കൊടുക്കണം. പെൺകുഞ്ഞുങ്ങൾക്കല്ലേ സ്വർണ്ണ ആവശ്യം വരുന്നേ. അത് മതി. അങ്ങനെ ആവുമ്പോ ആരോടും വേർതിരിവ് കാണിച്ചൊന്നൊരു പരാതിയും വരില്ലല്ലോ. മക്കളില് മാഷിന്റെ നന്മയും ആ മനസ്സും ഒക്കെ കിട്ടിയിരിക്കുന്നത് മോൾക്ക. അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത്. ഭഗവാനേ രക്ഷിക്കണേ. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ.